അന്ന് FB-യിൽ ശാരികയുടെ ഫ്രണ്ട് റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തപ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല അത് ഇങ്ങനൊരു ബന്ധത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന്. ഒരു ക്യാറ്റിൻ്റെ പ്രൊഫൈൽ പിക്ചറും ശാരി എന്ന പേരും. ആദ്യം ഞാൻ ഫേക്ക് ഐ ഡി ആണെന്നാ കരുതിയേ. എന്തുമാത്രം മെസ്സേജുകളാണ് അയച്ചത്. ആദ്യമൊക്കെ ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് അത്രേ കരുതിയിരുന്നുള്ളൂ. പക്ഷേ പിന്നീട് ഓരോ ദിവസവും അല്ല ഓരോ നിമിഷവും ഞാനറിയാതെ ഞാനിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം എൻ്റെ ലോകം തന്നെ ശാരികയാ. ജീവിതത്തിൽ ഒരുപാട് പെൺകുട്ടികളെ പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ മനസ്സിലേക്ക് കയറി വന്നത് ഒറ്റയാളേ ഉള്ളൂ, അത് ശാരികയാ. നന്ദേട്ടനെയും ദേവിയേച്ചിയും ഹെൽപ്പ് ചെയ്ത ആളെന്ന നിലയ്ക്കാ എനിക്ക് കെവിൻ ചേട്ടനോട് ആദ്യം ഒരു സ്നേഹം തോന്നിയത്. മറ്റാരുടെയും സഹായം ഇല്ലാതെ ഒറ്റയ്ക്ക് അധ്വാനിച്ച് പിടിച്ചടക്കിയ ബിസിനസ് സാമ്രാജ്യങ്ങളൊന്നും അല്ല. ആ നല്ല മനസ്സ് അത് എന്നെ വല്ലാതെ സ്വാധീനിച്ചു. നന്ദേട്ടന് കമ്പനിയിൽ നല്ലൊരു ജോലി കൊടുത്തു. നന്ദേട്ടനെയും ദേവിയേച്ചിയും സപ്പോർട്ട് ചെയ്തു. അത്രയും വലിയ മനസ്സുള്ള ഒരാളാണല്ലോ എന്ന് ചിന്തിച്ചു. അങ്ങനെയാ ഞാൻ റിക്വസ്റ്റ് അയച്ചത്. ആദ്യം പ്രണയം തുറന്നു പറഞ്ഞപ്പോൾ ശാരിക്ക് ദേഷ്യം തോന്നി എന്നോട്. ഞാനല്ലേ എല്ലാം തുടങ്ങി വെച്ചത്. സത്യത്തിൽ ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചത് കെവിൻ ചേട്ടൻ ഇങ്ങോട്ട് പറയായിരുന്നില്ലേ? അപ്പോ സന്തോഷല്ലേ തോന്നുക? മതം, ജാതി, പ്രായം ഒന്നിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല. കെവിൻ ചേട്ടൻ എന്താണോ അത് അതുപോലെ ഞാൻ സ്വീകരിക്കുകയായിരുന്നു. താങ്ക് യു ശാരി, താങ്ക് യു. പ്രണയത്തെക്കുറിച്ച് കവികളും കഥാകൃത്തുക്കളൊക്കെ ഓരോന്ന് എഴുതിവിടുമ്പോൾ ഞാൻ കരുതിയത് അവർക്ക് വട്ടാണെന്നാ. പക്ഷേ അത് സത്യമാണ്. പ്രണയം എന്ന് പറഞ്ഞാൽ ഒരു വട്ട് തന്നെ. അത് നമ്മുടെ സമനില തെറ്റിച്ച് കളയും. ഞാൻ അങ്ങനെ സമനില തെറ്റി നടക്കുന്ന ഒരാളായിപ്പോ. കേൾക്കാൻ നല്ല രസമുണ്ട്, സന്തോഷം. പക്ഷേ സമയം പോവാ. ഇനി എനിക്ക് പോണം. ഇത്രയൊക്കെ എത്തിയത് തന്നെ അത്ഭുതം. എന്നെ ബസ് സ്റ്റോപ്പിലൊന്ന് ഡ്രോപ്പ് ചെയ്യോ? കുറച്ച് സമയം കൂടി. നോനു, വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. നെക്സ്റ്റ് ടൈം കോഫി, പ്രോമിസ്.